ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. ഇതിനെ അനുഗമിക്കുന്ന ഒരു കന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് വിശുദ്ധ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ നീയേ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ. ഏഴുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അനന്തമായ സൃഷ്ടിക്കുകയും കാരണവാനായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ ഭവനത്തെയും ഇതിന്റെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീകവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അവിടെ തന്നെ നയിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെ അങ്ങയുടെ വാസസ്ഥലമായി സ്വീകരിക്കണമേ. അങ്ങയുടെ തിരുമനസ്സ് നിറവേറ്റുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വർഗീയ ഭവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങ് കൂടെയുള്ളപ്പോൾ ഒന്നിനും കുറവുണ്ടാകുന്ന ബോധ്യം ജീവിത ക്ലേശങ്ങളിൽ ഇവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂർത്തീകരണം ചെയ്യട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂർത്തീകരണം ചെയ്യട്ടെ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം അധ്യായം 6:25 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുന്ന ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിന്റെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളർന്നു നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്നെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അന്ധവിശ്വാസികളെ നിങ്ങളെ അവിടുത്തെ എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.
നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കർത്താവേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ച് കാരുണ്യം, ദയ, വിനയം, ക്ഷമ തുടങ്ങിയ സുഹൃത്തുക്കൾ അഭ്യസിച്ച് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ, ദരിദ്രരെ സഹായിക്കുവാനും അയൽക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറുവാനും, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജീവിത ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ, ഇരു കുടുംബത്തെ അനുകരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ, ബാക്കിയുള്ള മരണം വഴി അവസാനം അങ്ങേ പ്രാപിക്കുവാൻ, പിതാവായ ദൈവമേ, ഈ ഭവനത്തെ അങ്ങ് ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. ഇതിൽ വസിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകയാൽ അങ്ങയുടെ പൈതൃകമായ പരിപാലനയിൽ ഇവരെ സംരക്ഷിക്കണമേ. അങ്ങ് ഈ കുടുംബാംഗങ്ങളുടെ മധ്യേ എന്നും വസിച്ചുകൊണ്ട് ഇതിനെ പ്രാർത്ഥനയുടെയും സമാധാനത്തിന്റെയും ഭവനമാക്കി മാറ്റണമേ. ജീവിതത്തിലെ എല്ലാ നിമിഷവും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഇവരെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും പുരുഷമരണവും ഉത്ഥാനവും വഴി ഞങ്ങൾ വീണ്ടെടുത്ത് ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായെ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപങ്ങളെ ആശീർവദിക്കണമേ. ലോകാവസാനത്തോളം ഞങ്ങളുടെ കൂടെയുള്ള അങ്ങയുടെ സജീവ സാന്നിധ്യത്തിന്റെയും രക്ഷാകര പ്രവൃത്തിയുടെയും അനുഗ്രഹീത സ്മരണ ഈ രൂപം ഞങ്ങളിൽ ഉളവാക്കട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ എന്നുള്ള ചെയ്ത മിശിഹായെ അങ്ങയുടെ പക്കൽ നിരന്തരം അണയുവാൻ ഈ രൂപം ഞങ്ങൾക്ക് പ്രേരണ നൽകട്ടെ. ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ ഭവനത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈ രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരെ യാചനകൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇത് പിതാവ് പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാവുന്ന ഈ ഭവനം പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനം എന്നും വിമോചിതരാകട്ടെ, സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശരണം കരുണ ശരണം ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ
ആശ്വാസം നൽകുകയും ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളിൽ ഈശോയുടെ തിരുഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയം, ശുദ്ധ ഔസേപിതാവേ, ശുദ്ധ മാർഗരീത്ത മറിയമേ, മുമ്പായിട്ട് തന്നെയും ടോങ്ങളും ലീലാൻഡിയും അമ്മച്ചി കാവ്യം സഞ്ജോക്ക് വിളിച്ചു ചേർന്ന ഒരു എന്താ പറയാ നേരത്തെ ഉണ്ടായിരുന്ന വീടാണ്. നമ്മളൊന്ന് റെനോവേറ്റ് ചെയ്തു. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞ ജസ്റ്റ് ഒരു ചെറിയ പണിയെന്ന് പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ വന്നപ്പോ ഈ ആദ്യം തന്നെ തോന്നിട്ട് ഭയങ്കര പ്രകാശമാണ് എല്ലായിടത്തും. വളരെ വളരെ ബ്രൈറ്റ്ഫുൾ ആയിട്ട് നിൽക്കുന്നു. വളരെ സന്തോഷമായി. കാരണം ജീവിതത്തിന്റെ വെളിച്ചം തെളിച്ചം കൂടുന്നതനുസരിച്ചായിരിക്കും ചിലപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അത് മൈൻഡ് അപ്പ് ചെയ്താണെന്ന് ഞാൻ മനസ്സിലായിരുന്നു. വളരെ ഫിലോസഫി പറഞ്ഞുതരും. എങ്കിൽ തന്നെ എനിക്ക് തോന്നിച്ചത് അതാണ്. നമ്മളുടെ എപ്പോഴും കേൾക്കുന്നതാണ് നമുക്ക് കല്ലും മണ്ണൊക്കെ വെച്ച് ഇത് ബിൽഡിംഗ് പണിയാൻ പറ്റും. പക്ഷെ നമ്മളത് അതിന് കൂടുതൽ ജീവൻ വെപ്പിക്കുന്നത് നമ്മളുടെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും. ഞങ്ങൾ സന്യാസികൾ പറയാറുണ്ട്, സന്യാസികളുടെ ചുമരിന്റെ കരമല്ല ഞങ്ങളുടെ സഭയുടെ ശക്തി, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്ന് പലപ്പോഴും ഞങ്ങൾ പറയാം. അത് തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഹൃദയങ്ങളുടെ ഐക്യം, അപ്പനും അമ്മയും മക്കളും അമ്മമ്മ എല്ലാവരും ഒരുമിച്ച് സ്നേഹിച്ച് അയൽവാസികളെയും ഒരു മാതൃകാ കുടുംബമായിട്ട് മാറുമ്പോഴാണ് കുടുംബമായിട്ട് മാറുക. എല്ലാവരും താമസിക്കുന്നത്. പക്ഷെ എങ്കിൽ തന്നെ അതിനൊരു അർത്ഥവത്തായിട്ട് രൂപം വരുന്നത് ഈ സ്നേഹബന്ധത്തിന്റെ ആഴം കൂടുമ്പോഴും ഊഷ്മളത കൂടുമ്പോഴുമാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുറമെ കാണുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സജീഷിന്റെ പേരിലും വികാരിച്ചിന്റെ പേരിലും ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും പേരിലും ഇനി ഹോളിലേക്ക് വരാൻ പോകുന്ന എല്ലാവരുടെയും പേരിലും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഭവനത്തിൽ സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പാരന്റസിലേക്ക് കിടക്കാം. ധന്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിന്റെ മാതൃകയിൽ ഈ കുടുംബം മറന്നു വരട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദർശനം ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സജിയച്ച, ഞങ്ങളുടെ സ്വന്തം അലക്സച്ച, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് സ്വന്തമായൊരു ഭവനം എന്നത്. മണ്ണും മനസ്സും ഒരുപോലെ ചേർത്ത് പിടിച്ച് പ്രിയപ്പെട്ടവർക്കായി ഒരുക്കിയ ഈ തണൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു ഗ്രഹം എന്നത് ചുമരുകളുടെ മേൽക്കൂരയുടെയും ചേർന്ന ഒരു നിർമ്മിതി മാത്രമല്ല, അത് സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരവും സ്നേഹബന്ധങ്ങളുടെ അഭയകേന്ദ്രവും ജീവിതത്തിൽ അനവധി ഓർമ്മകൾ പിറക്കുന്ന ഒരു പുണ്യ സങ്കേതവും കൂടിയാണ്. മനുഷ്യൻ തൻ്റെ വിയർപ്പും പ്രാർത്ഥനയും കൊണ്ട് രചിക്കുന്ന ഒരു മനോഹരമായ കാവ്യമാണ് ഓരോ വീടും. ആകാശത്തോളം വളർന്ന ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മണ്ണിൽ ഒരു തണലൊരുക്കാൻ കഴിഞ്ഞ ഈ ധന്യ നിമിഷത്തിൽ ആ സന്തോഷം പങ്കിടാൻ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയതിൽ ഞങ്ങൾ അതീവ കൃതാർത്ഥരാണ്. ഒരു കുഞ്ഞു കൂട്, അതിലല്പം സ്നേഹം, അതല്ലേ വീട് എന്ന് ആരോ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൊച്ചുകൂട്ടിൽ എന്നും സ്നേഹവും സമാധാനവും നിറഞ്ഞു നിൽക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഞങ്ങൾക്ക് വേണം. പ്രസംഗം നീട്ടി നിങ്ങളുടെ വിശപ്പ് കളയുന്നില്ല. സ്നേഹപൂർവ്വം ഒരുക്കിയിരിക്കുന്ന വിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഈ പൂമുഖത്തേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സന്തോഷത്തിൻ്റെ ദിനമായ ഇന്ന് നമുക്ക് ഒരു കേക്ക് മധുരം കട്ട് ചെയ്തിട്ട് തുടങ്ങാം ഭക്ഷണം. അത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അമ്മയെയും പൗലോസടിനെയും ക്ഷണിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ് എൻ്റെ പെങ്ങളുടെ ഭവനത്തിൽ ഒരു കേക്ക് ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്ത് നിങ്ങളേവരെയും സ്വീകരിക്കുവാനുള്ളൊരു അവസരം കിട്ടിയതിൽ ഞാൻ എൻ്റെ പെങ്ങളോടും റോമിയോടും നന്ദി പറയുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം അവൻ എൻ്റെ റോമിക്കും എൻ്റെ പെങ്ങൾക്കും നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.